ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പഴംപൊരിയാണ്. പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും നല്ല ചെറിയൊരു ക്രിസ്പിയോട് കൂടിയുള്ള വീർത്തിരുണ്ട എണ്ണയൊന്നും കുടിക്കാത്ത പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇതിലേക്ക് 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുഴച്ചെടുക്കരുത്, പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് ഇത് ലൂസായി പോകും. അധികം ലൂസായാൽ പഴംപൊരി നന്നായിട്ട് എണ്ണ കുടിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. മാവ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഞാനിവിടെ 1 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ്. പഴം എടുക്കുമ്പോൾ അധികം പഴുത്തു പോകരുത്, എങ്കിൽ പഴംപൊരിയിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഇനി തീരെ പഴുക്കാഞ്ഞാലും പഴംപൊരി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം പഴുപ്പിലുള്ള പഴംപൊരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു പഴത്തിനെ 3 പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവൻ പഴവും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴംപൊരി നല്ല വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. പഴംപൊരി പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ദോശമാവ് പുളിപ്പിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാവ് തയ്യാറാക്കിയിട്ട് പുളിപ്പിച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തയ്യാറാക്കിയാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റൂ. ഇനി പഴംപൊരി ഓരോന്നായി മാവിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. പഴംപൊരി പൊങ്ങി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി കോരിയിട്ട് അരിപ്പയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, ഒരു ചെറിയ ക്രിസ്പിയും ഉണ്ട്. അതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ബാക്കിയുള്ള പഴവും പൊരിച്ചെടുക്കാം. വീഡിയോയിൽ പറഞ്ഞതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവിന് എടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയുള്ള പഴംപൊരി ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല. കാണാൻ അല്പം ഭംഗിക്കുറവുണ്ടാവുന്നേ ഉള്ളൂ, പക്ഷേ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റി തന്നെയായിരിക്കും. പഴംപൊരി മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ.